ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ സൈറ്റാട്ടത്. പുതിയ സൈറ്റിൽ നമ്മൾ ഷീറ്റ് ഇടാൻ ആരംഭിച്ചു. സൈറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോലക്കുളത്താട്ടോ. തൊടുപുഴ മോലക്കുളത്താണ് സൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ടോർച്ച് കട്ടർ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് കട്ടിങ്ങിൻ്റെ പൊടി ചാടിയിട്ട് ഷീറ്റ് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. അപ്പം അതിനുള്ള ഒരു ശാശ്വതമായ പരിഹാരമായിട്ട് ഇതെല്ലാവരും ചെയ്യണതാണ്. ചെയ്യാത്തവർ ഇപ്പോഴും ടോർച്ച് കട്ടിന് വെച്ച് ഷീറ്റ് കട്ട് ചെയ്യണവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി കാണാറുമുണ്ട്. നമ്മൾ നേരത്തെയൊക്കെയും പണ്ടൊക്കെയും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊതുവെ ആ ഒരു വിഷയം നമ്മൾ കണ്ടേ പിന്നെ നമ്മളിപ്പം കുറേ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാട്ടോ ഈ കത്രിക. കത്രിക പല ടൈപ്പുണ്ട്, വലുതുമുണ്ട് ചെറുതുമുണ്ട്, അങ്ങനെ പല ടൈപ്പുണ്ട്. ഇത് വെച്ച് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഷീറ്റ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പം പലരും ചോദിക്കും ലെവല് പെട്ടെന്ന് തീരും, ഈ കോടിയൊക്കെ ഉണ്ടല്ലോ, അപ്പം അത് പതുക്കെയല്ലേ തീരുള്ളൂ എന്ന് പലരും ചോദിക്കും. അത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ ലെവലും കട്ട് ചെയ്യാറുണ്ട്, കോടിയും നമ്മൾ ഇത് വെച്ചാട്ടോ കട്ട് ചെയ്യണേ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇത് ഞാൻ കാണിച്ചു തരാം. നല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് കോടി കട്ട് ചെയ്യാൻ പറ്റും. ഇത് വയ്യേ, ഇപ്പോൾ ഇതൊരു കോടിയാണ് നമ്മൾ വരച്ചിട്ടേക്കണം. പകുതി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മൾ ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കത്രിക പിടിച്ചിട്ട് ഇതുണ്ടോ, ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കാലും കൊണ്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് പതുക്കെ ഈ ഇടത്തെ കൈ കൊണ്ട് പതുക്കെ ഒന്ന് പൊക്കി പിടിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ കട്ട് ചെയ്യണതിനനുസരിച്ച് കണ്ടോ എന്നാ സിമ്പിളായിട്ട്, കണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഒരു കട്ടർ ഉപയോഗിച്ച് ടോർച്ച് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യണേക്കാളും സ്പീഡിന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഒരു ടോർച്ച് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യണേക്കാളും വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാട്ടോ ഇത്. അപ്പം ഇനി റൂഫ് വർക്ക് ചെയ്യുന്നവരെല്ലാവരും, അതായത് കോടി കട്ട് ചെയ്യുന്നവരും അല്ലാത്തപ്പോഴും എല്ലാം ഇതേ കൂട്ട് കട്ടർ വെച്ച് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ടോർച്ച് കട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി പെട്ടെന്ന് തീരും, നല്ല ഫിനിഷിങ്ങുമാണ്. എന്നിരുന്നാൽ തന്നെ നമുക്ക് ആ കട്ടിങ്ങിൻ്റെ ആ ഇതുള്ളിടത്തോളം കാലം നമുക്ക് ആ പൊടി അതിൻ്റെ അകത്ത് കിടക്കുകയും ചെയ്യും. നമുക്ക് കോടിയിലൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടക്കില്ല. ഇപ്പം ചൂടായി പെട്ടെന്ന് മഴയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒലിച്ചു പോയേക്കും. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഈ കത്രിക ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക. അതിപ്പം വൺ സൈഡ് ഷീറ്റ് ആണെങ്കിൽ, കോടിയാണെങ്കിലും അല്ലാതെ ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ മഴ നനയണോടത്ത് ഷീറ്റിൻ്റെ കട്ടിങ് ഏതുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇതേ കൂട്ട് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഇതേപോലെ നല്ല വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇത്രയും നാൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.